കുക്കിംഗ് വീഡിയോ ആണ്. നമ്മള് വേറെ ഒന്നുമല്ല ഉണ്ടാക്കുന്നത്, പാനിപൂരിയാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അത് റെഡി ടു മിക്സ് കിറ്റ് ആണ്. നമ്മൾ ഡിമാർട്ടിൽ പോയപ്പോൾ ഓഫറിന് കിട്ടിയതാണ്. നമ്മളിങ്ങനെ പോയി ജസ്റ്റ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് അകത്ത് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി. അതെ, നമ്മൾ ഷോപ്പിൽ പോയി കഴിക്കുന്നതല്ല, നമ്മളിങ്ങനെ ഉണ്ടാക്കി ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം നമുക്ക് എന്താണെന്ന് അറിയാൻ ഭയങ്കര ആകാംക്ഷ. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. വൺ ബൈ വൺ നമ്മളെ കാണിക്കുന്നതായിരിക്കും. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പാനിപ്പൂരി പാക്കറ്റിനകത്ത് നമുക്ക് പറഞ്ഞേക്കുന്നത് വെച്ചാൽ എല്ലാ മസാലകളും എല്ലാം അതിനകത്തുണ്ട്. നമുക്ക് അഡീഷണൽ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ എടുത്തത് 2 പൊട്ടാറ്റോ ആട്ടോ, നല്ല വലിപ്പമുള്ള 2 പൊട്ടാറ്റോ നമ്മൾ ബോയിൽ ചെയ്താൽ എടുക്കണം. നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഭാഗത്ത് നമ്മൾ അരിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആദ്യം ഇതൊന്ന് പുഴുങ്ങി എടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി നല്ലതായിട്ട് കഴുകണം. നമ്മൾ വെള്ളത്തിലിടാനുള്ളതാണ്. അപ്പൊ നമ്മള് 1.5 ഗ്ലാസ് വെള്ളം ആട്ടോ ചൂട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നത്. അപ്പൊ അതിനകത്തോട്ട് നമ്മൾ ഇതിന്റെ പൊട്ടാറ്റോ നമ്മൾ അതിനകത്തിട്ടിടണം. അപ്പൊ അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. മറ്റേ വീട് പണിക്ക് പറ്റിയത് അപ്പൊ അതിനോട് സമ്മതം ചോദിച്ചത്. നമ്മളങ്ങനെ അതായത് പുഴുങ്ങാണ്ട് വെച്ചപ്പോ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഉപ്പിടുന്നത്. അപ്പൊ നമ്മൾ അവരുടെ പറയുന്നത് കേൾക്കണമല്ലോ. അപ്പൊ നമ്മൾ ഉപ്പിടാൻ പോവാണ്. ഉപ്പിട്ടിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പുഴുങ്ങിട്ട് കാണാം. നമ്മളങ്ങനെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ച സമയം കൊണ്ട് 5 മിനിറ്റോളം വേണം നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ നമ്മളപ്പത്തേന് സവാള ഒന്ന് സെറ്റാക്കി നമുക്ക് തിരഞ്ഞെടുക്കണം. അത് അരിയിട്ടിക്കണം. കേട്ടോ അനിയനെ കത്തി കൊടുത്തത് എന്താവും അറിയില്ല. കണ്ടോ എന്നെ പൊളിന്നൊക്കെ ഉണ്ട്. നമ്മളിതൊക്കെ എത്ര കണ്ടേക്കുന്നു. കുറച്ച് കഴിയുമ്പോ കാണാൻ കരഞ്ഞോണ്ടിരിക്കുന്നു. നമ്മളിപ്പോ ആദ്യമേ 2 ആക്കി മുറിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുനുകുനാൻ വരുന്നത്. കത്തിയൊക്കെ ഇപ്പൊ ആര്യന്തയും കൂടെ വരും സഹായിക്കാനായിട്ട്. അപ്പൊ നമ്മള് ഈ കട്ട് ചെയ്തതിന്റെ ഇടയ്ക്ക് നമ്മളത് ആയോ എന്നുള്ളത് നോക്കണം. അസിസ്റ്റന്റ് തിളക്കുന്നുണ്ട്, വെട്ടി തിളക്കുന്നുണ്ട്. പിന്നെ വെക്കാം. ഇനി നമുക്കത് അരിയണം. അപ്പൊ നമ്മള് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറ്റുന്ന അത്ര വലുപ്പത്തിനാണ്. കാരണം നമുക്ക് കടിക്കാൻ കിട്ടും. നമുക്ക് ഉള്ളി എല്ലാവർക്കും 4 പേർക്ക് ഇഷ്ടമാണ് കടിക്കാൻ കിട്ടുന്നത്. നമ്മൾ അതിനനുസരിച്ചുള്ള സൈസിലാട്ടോ അരിഞ്ഞെടുത്തേക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇടക്കിടക്ക് കുത്തി നോക്കുന്നുണ്ട്, പക്ഷെ ആയിട്ടില്ല. ഇതൊന്ന് വേവുള്ള ഇതാണ്. ഉരുളക്കിഴങ്ങ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ അത് പുഴുങ്ങാവുന്നത് നമ്മളായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണിൽ എണ്ണ വെച്ചിരിക്കുകയാണ്. കുറച്ചു മുന്നേ എഴുന്നേറ്റുള്ളത്. അതെ ഇപ്പൊ അരമണിക്കൂർ മുന്നേ എഴുന്നേറ്റുള്ളത്. വീട്ടിലൊക്കെ ആണെങ്കിൽ കുക്കറിലാണ് നമ്മളിങ്ങനെ പുഴുങ്ങിയെടുക്കുന്നത്. പക്ഷേ നമ്മൾ കുക്കർ കിട്ടാത്തത് നമ്മളിങ്ങനെ സാധാരണ നോർമൽ പാത്രത്തിലാണ് വെച്ചത്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ലാഗ് ആവുന്നുണ്ട്. അതെ, നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിച്ചാൽ വിശപ്പ് മാറത്തില്ല. എന്നാലും ഒരു ശമനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പാനിപ്പൂരി കഴിക്കാൻ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് സ്പേസ് മാറ്റി വെക്കുന്നുണ്ട്. ഹലോ ഗൈസ്, അവര് വെയിറ്റ് ചെയ്യുന്നോണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. എല്ലാരും വെയിറ്റ് ചെയ്യണം. ഒരുവിധം ആയിട്ടുണ്ട്. നമ്മൾ എന്തായാലും എടുക്കാന്ന് വിചാരിച്ചു. കാരണം ഇതിനകത്ത് വെള്ളം ഇതിനെ പുറത്തോട്ട് വരുന്നുണ്ട്. റിസ്ക് എടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നമ്മളത് എടുക്കാം. നമ്മൾ കുത്തി നോക്കുമ്പോ കുത്തു കൊള്ളുന്നുണ്ട്. നമ്മൾ എടുത്തിട്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മള് ചൂടുവെള്ളം മാറ്റി നമ്മള് പച്ചവെള്ളമാക്കി. കാരണം നമുക്കത് പൊളിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി കേട്ടോ. നല്ല തിളച്ചതായതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് പൊളിക്കാൻ പറ്റത്തില്ല. അപ്പം കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പൊളിച്ചിട്ട് ഉള്ളിയും ഇതും കൂടെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് കാണാം. നമ്മളങ്ങനെ തൊലിയെല്ലാം പൊളിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഇടിച്ച് സ്മാഷ് ചെയ്യണം. അപ്പൊ നമ്മള് വീട്ടിലൊക്കെ കൈ കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഭയങ്കര ചൂടായാണ്, കൈ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മള് ഇഞ്ചിയൊക്കെ ഇടിക്കുന്നതിന്റെ ഇത് വെച്ചിട്ട് പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് ചുമ്മാ ഒന്ന് ഇതാക്കി എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഉപ്പുണ്ടോ നോക്കിക്കേ. ഇച്ചിരി കടിക്കാൻ കിട്ടൂലേ? നമ്മളങ്ങനെ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല പരുവത്തിന് കുറച്ച് വേവത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സ്മാഷ് ചെയ്തപ്പോൾ കറക്റ്റ് നമുക്ക് കിട്ടി. അതുപോലെ വന്നിട്ടുണ്ട്. അപ്പൊ
നമുക്ക് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം, മസാല ഒക്കെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതുവരെ നമ്മൾ പാനിപ്പൂരി കിറ്റിനകത്ത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അഡീഷണൽ സാധനങ്ങൾ മാത്രമേ സെറ്റ് ആക്കി വെച്ചിട്ടുള്ളൂ, അതിനാണ് ടൈം എടുക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോഴത്തേന് ഇതിനകത്ത് എത്ര പീസ് 24 മറ്റേ പാനിപ്പൂരി മറ്റേ ഒരു ബ്രൗൺ കളറില്ല പൂരി പോലത്തെ അതിന്റെ കുഞ്ഞ് വെർഷൻ ഇല്ലേ, അപ്പൊ അതിന്റെ കുറച്ചായിട്ടുണ്ട്. അപ്പൊ 24 എണ്ണം ഉണ്ട്. അപ്പം അത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്കിനി. സെക്കൻഡ് കവറിനകത്ത് നമുക്ക് ഒന്നെന്ന് വെച്ചാൽ സോസ് പോലത്തെ ഒരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. മറ്റേ നമ്മുടെ മധുരത്തിന് വേണ്ടി അവർ ആഡ് ചെയ്തില്ല പാനിപ്പൂരിൽ, അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്മാഷ് ചെയ്ത് വെച്ചിരുന്ന പൊട്ടാറ്റോസ് ഇല്ലേ, അപ്പൊ അതിനകത്തോട്ട് മിക്സ് ചെയ്യാൻ കുറച്ച് മസാലാസ് ഇടണം. നമ്മൾ കയ്യിലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മൂന്നാമത്തെ പാക്കറ്റ് നമ്മൾ പാനിപ്പൂരിക്കകത്ത് വെള്ളം ഒഴിക്കത്തില്ല, പുതിനയുടെ ഒക്കെ ഒരു ഫ്ലേവർ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇത് അപ്പൊ അതിനകത്തോട്ട് ചുമ്മാ ഒരു 2 ലിറ്റർ അത്ര ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. 2 ലിറ്റർ അല്ല, 50 ml അല്ലേ? ഇല്ല എടുത്തോ, കുഴപ്പമില്ല. 2 ലിറ്റർ അല്ല, 250 ml ആണ്. എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ ഫസ്റ്റിന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഉരുളൻകിഴങ്ങിനകത്തോട്ട് ഇതിനകത്ത് തന്നിരിക്കുന്ന മസാലാസ് ആഡ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് നോക്കാം ഉപ്പുണ്ടോ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ നമുക്ക് ആഡ് ചെയ്യാം. പാനിപ്പൂരിയുടെ മെയിൻ സാധനം നമ്മൾ ഇതിനകത്ത് ആക്കിച്ചിട്ടുണ്ടോ എട്ട് കാണിക്കാൻ പറ്റേ. ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേനും നമ്മൾ പാനിപ്പൂരി ആവും, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇത് അടച്ചു തരുന്ന കാറ്റ് വരും കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോയിൽ മിക്സ് ചെയ്യാനുള്ള മസാല ആട്ടോ. സോറി ഗൈസ്, അതല്ല ഇടേണ്ടത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഉപ്പൊന്നും തോന്നുന്നു. ഓക്കെ ഗൈസ്, ഇങ്ങനെ പൊടി ഇട്ടു. നമ്മൾ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ പാനിപ്പൂരിക്ക് മറ്റേ മിന്റിന്റെ ഒക്കെ ഒരു ഇതിലെടുത്തില്ല നമുക്ക് വെള്ളം, അപ്പൊ അത് നമ്മൾ ആഡ് ചെയ്യും. നമുക്ക് വെള്ളം നമുക്ക് കയ്യിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണം. പൗഡർ മാത്രം നമുക്ക് കിട്ടും. സോസ് പോലാന്ന് തോന്നുന്നു, അറിയില്ല. ചട്നി പോലത്തെ സംഭവം കേട്ടോ. എന്തൊക്കെയല്ലേ ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ മിന്റിന്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് തരിതരിയായിട്ട്. ഇനി വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇതായാം, സെറ്റാക്കി എടുക്കണം. സെറ്റ് വെള്ളം കൂടെ ആകുമ്പോൾ തന്നെ കറക്റ്റ് ആവായിരിക്കും. അതിനകത്ത് ഒരു 250 ml എന്നാണ് പറയുന്നത്. നമുക്ക് ഒഴിച്ച് നോക്കാം, നമുക്ക് ടേസ്റ്റ് എപ്പം മാറുന്നു അപ്പം സ്റ്റോപ്പ് ചെയ്യാം. അല്ല അത്രയും വേസ്റ്റ് ആകത്തില്ല ഗൈസ്, നമ്മളങ്ങനെ ബുദ്ധിപൂർവ്വം അങ്ങനെ സേവ് ചെയ്യാം. കൈ കഴുകായിരുന്നു. പിന്നെ കൈ കളണ്ട ഹൈ നമ്മളോട് ഏകദേശം അളവിന് ഒഴിക്കുന്നുണ്ട്. അതിന്റെ ഒരു അതിന് മസാല ഇടുന്നത് വരുമായിരിക്കും. അപ്പത്തേക്ക് നമ്മള് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സോസ് മറ്റേ റെഡ് കളറിലൊരു സോസിന്റെ പാറ്റേൺ ആണ്. അപ്പൊ ഇതിനകത്ത് അവർ പറയുന്നത് വാട്ടർ ആഡ് ചെയ്യേണ്ടതാണ്. ഞാനും പിന്നെ ഇത് കഴിച്ചിട്ടുണ്ട്. മിന്നും മീനജോളും ഫസ്റ്റ് ടൈം ആണ്. ചില ആൾക്കാർക്കൊക്കെ സ്പൈസിയും പ്ലസ് നമുക്ക് സ്വീറ്റ്സും കൂടെ ആഡ് ചെയ്ത് പാനിപ്പൂരി ആയിരിക്കും താല്പര്യം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതാട്ടോ. ഇതാണ് അതിന്റെ ഒരു ഇത്. ട്രൈ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ഒരു സ്മാഷ് ചെയ്ത പൊട്ടാറ്റോസും സവാളയും പിന്നെ ഈ മസാല ഇല്ലേ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാന്ന് വിചാരിച്ചു, കുറച്ച് നേരം മിക്സ് ആവാൻ വേണ്ടി. ആ സമയം കൊണ്ട് നമുക്ക് പാനിപ്പൂരി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇതിനകത്ത് ഇത് ഉള്ളിയും നമ്മൾ സവാളയും കൂടെ ഇതിനകത്തോട്ടങ്ങ് മിക്സ് ആക്കുക കേട്ടോ. സെപ്പറേറ്റ് നമ്മൾ ആക്കണ്ടെന്നിരിക്കണം, നമുക്ക് ക്വാണ്ടിറ്റി കുറവാണ് മറ്റേ പാനിപ്പൂരിടാനായിട്ട് കേട്ടോ. മസാല നമുക്ക് തെയ്യം നിർത്തില്ല, കാരണം നമുക്ക് ഉരുളക്കിഴങ്ങിന്റെ അളവ് കൂടുതലാണ്. ഈ സ്മെല്ലൊക്കെ നമുക്ക് അതേപോലെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. സ്മെല്ലും ടേസ്റ്റും ഒക്കെ നമുക്ക് അതേപോലെ തോന്നുന്നുണ്ട്, നമ്മൾ പാനിപ്പൂരി കഴിക്കുന്നതിൻ്റെ അതേപോലെ തന്നെ. എന്താണെന്ന് അറിയില്ല, ആദ്യത്തെ ടൈം ആയതുകൊണ്ടാണ് നമുക്കൊരു വലിയ ഡൗട്ട്. എരിവാണോടെ നമ്മളങ്ങനെ ആ
മസാല മിക്സ് ചെയ്തപ്പോ നമുക്ക് ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ട് എല്ലാം സെറ്റാണ്. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ഉപ്പ് കുറവുണ്ട്. അപ്പൊ നമ്മൾ ഉപ്പിട്ട് നോക്കാം. പിന്നെ ഫുൾ നമ്മുടെ കളത്തിലേക്ക് വന്നേക്കാണ്. മിക്സ് ചെയ്ത് നോക്കാം. എല്ലാ സൈഡിലും ഉപ്പ് എത്തണം. സോ നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളങ്ങനെ ഉപ്പൊക്കെ ആഡ് ചെയ്ത് നമ്മൾ മസാല ഒന്നും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തില്ല. അതേ മസാല തന്നെയാണ്. നമുക്ക് ഈ പാനിപ്പൂരി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചേക്കാം. പിടിച്ചൊന്ന് കറക്റ്റ് ആവണം. നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കുന്നത് കുറെ ലാഗായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെട്ടത്തിന് ചിലപ്പം ചേഞ്ച് ചെയ്തതായിട്ടും നേരത്തെ ഉള്ള വീഡിയോ ഇതും കൂടെ. അപ്പൊ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്താവും നമുക്ക് കാണാം. ഇപ്പൊ തന്നെ ലൈവായിട്ട് 9.6 ഗോൾഡ് ഫ്രൈ ചെയ്തിരുന്നേ. നമുക്ക് നന്നായിട്ട് വേണം. ഇതും കൂടെ ഫ്രൈ ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാനിപ്പൂരി കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം രണ്ടെണ്ണം നമ്മൾ ഇട്ട് നോക്കണം നൈസായിട്ട്. അത്രേ ഉള്ളു. ഗൈസ് നമ്മൾ വിചാരിച്ച വലുപ്പമല്ല കേട്ടോ. അല്ല വലുതാവുന്നുണ്ട്. സാധനം നമ്മളൊന്ന് പേടിച്ചു കേട്ടോ. നമ്മളിനി ഇത് ഫ്ലോപ്പ് ആയി പോയാൽ ഇച്ചിരിയേ ഉള്ളായിരുന്നു മസാല കൂടുതലും. ബട്ട് നമ്മള് ഒരു വലുതായി വന്ന് ബ്രൗൺ ഒരു കളർ ആകുമ്പോ എടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. കുറച്ച് 1-2-3 ഷേപ്പിലുള്ള കുഞ്ഞതായിട്ട് വന്നിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും റൗണ്ട് ഷേപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ലിമിറ്റ് ഉണ്ട് ഇതിനകത്ത് ആക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ഇതുണ്ടായിരുന്നു. ബട്ട് നമുക്കിനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ എല്ലാം കൂടെ കൂട്ടി ചേർത്ത് അതേ ടേസ്റ്റ് എല്ലാവരും കൂടെ ഇരുന്നിട്ടാട്ടോ ഇനി കാണാൻ പോകുന്നത്. നമ്മളൊരു പാനിപ്പൂരി കട തുടങ്ങാൻ പോകണം. ബിനോയ് മാത്രം കേട്ടോ. ബിനോയ് ഭയങ്കര പെർഫെക്ഷനാണ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് മസാല എടുക്കുക. നമ്മളത് നല്ലതായിട്ട് ഫില്ല് ചെയ്യുക. കാരണം നമുക്ക് മസാല കൂടുതലാണ്. ബട്ട് നമുക്ക് അറിയത്തില്ല കേട്ടോ തരുമെന്ന്. നമുക്ക് ആദ്യം കുറച്ച് തരും. ഗൈസ് അങ്ങനെ നമ്മുടെ ഓഫ് സ്ക്രീനിൽ ഉണ്ടായിരുന്ന അതിന്റെ ജോലി മിന്നിഫുൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം കഴിക്കണമല്ലോ. അതിന് നമുക്ക് രണ്ടുപേർക്ക് മാത്രം പറ്റും. കണ്ടിട്ട് വളരെ സക്സസ്ഫുൾ ആയ പോലെ ഉണ്ട്. എന്തായാലും നമുക്കെല്ലാം മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു മിന്റിന്റെ ചാറ് വെച്ചുള്ള ഒരു സാധനം ഇഷ്ടമുള്ളൂ. അവൾക്ക് ഡ്രൈ പാനിപ്പൂരിയാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മള് ലെമൺ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്താന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇതിന്റെ കൂടെ ലെമൺ മിക്സ് ചെയ്തിട്ട് മധുരമുള്ള ചട്നി കൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. ഒഴിക്കണം. നിനക്ക് അങ്ങനെ തരണോ? ഓക്കെ. അപ്പം നമുക്ക് ആദ്യം നമുക്കൊന്ന് മധുരമുള്ളതായി. ഭയങ്കര ടെൻഷൻ എന്തായിരിക്കും മിന്നുഫിൽ ആദ്യമായിട്ടോ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒഴിക്കണം. ഒഴിച്ചോ അടുത്തേക്ക് ഫസ്റ്റ് ട്രൈ മിന്നസിലാണ്. നിങ്ങൾ കഴിച്ചിട്ട് ട്രൈ നോക്കാം. ഞാൻ കഴിക്കാൻ പോയത് എനിക്ക് കൊതി നിൽക്കാൻ പറ്റുന്നില്ല. മധുരം ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഞാനും പയ്യെ നിന്റെ ഊട്ട ചെറുതാ. കുത്തിക്ക് നീ കുത്തിക്കാണ് തൊട്ടത്. ഇതെനിക്ക് ഇഷ്ടപ്പെടുവോ? ചാൻസ് ഇല്ല. അല്ല ചാൻസ് നമുക്ക് അറിയില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്നു അവർക്ക് ഇഷ്ടപ്പെടാറില്ല. അലീന ബിനോയ് കഴിക്കാൻ പോകണേ. കഴിച്ചോ? കഴിക്കുന്നു. ഇഷ്ടപ്പെട്ടോ? ടൊമാറ്റോ സോസിന്റെ ടേസ്റ്റ് ഞാനും വെച്ചിട്ട് അതേപോലെ തന്നെ ട്രൈ കഴിക്കണ പോലെ രസം. എന്തായാലും ഫ്ലോപ്പ് ആവാത്തൊരു പരീക്ഷണമായിരുന്നത്. സീരിയസ്ലി പറയാം,
കടയിൽ പോയി കഴിയുമ്പോൾ അതേ ഫീൽ തന്നെ. നല്ല ടേസ്റ്റ്. കുറച്ച് മെനക്കെടണമെന്നേ ഉള്ളൂ, പക്ഷെ ക്ഷമ കുറച്ച് വേണം. ക്ഷമ വേണം. എപ്പൊ തുടങ്ങിയ പരിപാടി? 3:30 ആ സമയമായപ്പോഴാണ്. ഇപ്പൊ സമയം 5:25. 2 മണിക്കൂർ. അത് ഉരുളക്കിഴങ്ങ് വേഗം എന്തായാലും പെട്ടെന്ന് കുറച്ചുകൂടെ ആയിരുന്നു. ഉള്ളങ്ങയുടെ ലാഗായി, പിന്നെ അത് ഫ്രൈ ചെയ്യുന്നുണ്ട് ലാഗായി. അതുകൊണ്ടാണ് നമുക്ക് ഫീഡ് ചെയ്യാൻ. അതർവൈസ് ഇറ്റ് ഈസ് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് കാണാം. നമ്മളതിനെ ഒരു തുള്ളി പോലും വേസ്റ്റ് ചെയ്യാതെ ഫുൾ കംപ്ലീറ്റ്. അതെ, എല്ലാം കാരണം കാണാവും എല്ലാം അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് സാധനം. നമ്മൾ ഉദ്ദേശിച്ചതിന്റെ അതേ ഉണ്ടാക്കിയതിന്റെ പുകഴ്ത്തി പറയുവല്ല, ട്രൈ ആയിട്ടാണ്. ഇഷ്ടമാണോ? നമ്മളിപ്പോ റേറ്റ് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഒരു പാക്ക് നമുക്ക് 49 രൂപ വരുന്നത്. നമുക്ക് അഡീഷണൽ ആയിട്ട് 24 പീസ് കൊണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് വാങ്ങിയത് ആകെപ്പാട് 2 കിഴങ്ങും ഒരു സബോള മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. സോ നമുക്ക് ലാഭമായിട്ട് തോന്നി. പിന്നെ അതുമല്ല നമുക്ക് 4 പേരല്ലേ ഉള്ളൂ, അപ്പൊ അത് നമുക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് ഞങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ടോ എവിടെ പോയി ഞങ്ങൾ പാനിപ്പൂരി കഴിക്കും. അപ്പൊ ഞങ്ങൾക്കൊരു പുറത്തു പോവാതെ മഴ പിടിച്ചിട്ട് അകത്തിരുന്ന വെയിൽ കൊള്ളണ്ട, മഴ കൊള്ളണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു. കാരണം ഫസ്റ്റ് ടൈം ആണ് നമ്മളെല്ലാം ട്രൈ ചെയ്യുന്നത്. വിചാരിച്ചില്ലായിരുന്നു, പക്ഷെ എന്തോ സക്സസ് ആയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.